മാഷേ, ഒന്നാം ക്ലാസ്സിലെ മാഷേ. പൂത്തുമ്പി തൻ ചിറകഴകിലും ദീപമായി നിറശോഭയായി തെളിയുന്ന സത്യസ്വരൂപമേ. പൂവിലും പുൽക്കൊടിയിലും പൂത്തുമ്പി തൻ ചിറകഴകിലും ദീപമായി നിറശോഭയായി തെളിയുന്ന സത്യസ്വരൂപമേ. നിത്യവും നിൻ സ്നേഹമെന്നിൽ നവ്യമാം പ്രഭ തൂവണേ. നിത്യവും നിൻ സ്നേഹമെന്നിൽ നവ്യമാം പ്രഭ തൂവണേ. അക്ഷര കടലംബികെ അറിവേ നമോ പ്രണമാമ്യഹം. അക്ഷര കടലംബികെ അറിവേ നമോ പ്രണമാമ്യഹം. പൂവിലും പുൽക്കൊടിയിലും പൂത്തുമ്പി തൻ ചിറകഴകിലും ദീപമായി നിറശോഭയായി തെളിയുന്ന സത്യസ്വരൂപമേ. സത്യധർമ്മ സമത്വ സുന്ദര സ്വപ്നമായി നീ എൻ മനം. സത്യധർമ്മ സമത്വ സുന്ദര സ്വപ്നമായി നീ എൻ മനം. തുയിലുണർത്തുക എൻ്റെ ഉള്ളിൽ കുടിയിരിക്കുക അംബികേ. തുയിലുണർത്തുക എൻ്റെ ഉള്ളിൽ കുടിയിരിക്കുക അംബികേ. പൂവിലും പുൽക്കൊടിയിലും പൂത്തുമ്പി തൻ ചിറകഴകിലും ദീപമായി നിറശോഭയായി തെളിയുന്ന സത്യസ്വരൂപമേ. തെളിയുന്ന സത്യസ്വരൂപമേ. തെളിയുന്ന സത്യസ്വരൂപമേ. തെളിയുന്ന സത്യസ്വരൂപമേ.
ആ അടിയോടി മാഷേ, ഒന്നിങ്ങ് വന്നേ. ആ ഉം. 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 നാളെ അപ്പുണ്ണി മാഷയുടെ യാത്രയപ്പാ. നമുക്കതൊന്ന് ഉഷാറാക്കണ്ടേ മാഷേ? ഉം. ഉം. ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? താൻ ചെന്ന് തൻ്റെ പണി നോക്ക് ദിവാകര. ഒരപ്പുണ്ണി മാഷ്, അയാൾ ഒറ്റ ഒരുത്തനെ 1-ാം ക്ലാസ്സിലെ കുട്ടികളെ മുഴുവൻ കേടുവരുത്തണേ. അയാൾ പോയാലും സ്കൂൾ നേരെയാവും. ആ അത് വേണം. വെറുതെ അല്ല കുട്ടികൾ കരടി മാഷെന്ന് ടൈറ്റിലിട്ട് വിളിക്കുന്നത്. അതല്ല, കരടി നെയ്യ് മുടി വളരാൻ വളരെ നല്ലതാണെന്ന് പറയുകയായിരുന്നു. 1-ാം ക്ലാസ് അയാൾ പൂരപ്പറമ്പാക്കി. ഏതായാലും ശല്യം ഇതോടെ തീർന്നു കിട്ടുമല്ലോ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മാഷേ. അപ്പുണ്ണി മാഷ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ജീവനാ. ഒരപ്പുണ്ണി മാഷ്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ആ. ഞാൻ പഠിപ്പിച്ച കഥകളൊക്കെ നിങ്ങൾ എക്കാലം ഓർക്കില്ലേ? ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും അടിയിലെ കല്ലിന് എന്താ പേര് പറയുക? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അടിസ്ഥാന മുഴുവനും പറയുക. അടിസ്ഥാന ആ. അടിസ്ഥാന ശിലയാണ് 1-ാം ക്ലാസ്സിലെ പാഠങ്ങൾ. നിങ്ങളാരും അത് മറക്കരുത്. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയും അത് മറന്നിട്ടില്ല. നിങ്ങളൊക്കെ വളരെ നല്ല കുട്ടികളാണ്. മാഷ് ഞങ്ങളെ പിരിഞ്ഞു പോവുകയാണോ മാഷേ? പാട്ട് അവസാനിച്ചാൽ അരങ്ങത്തുനിന്ന് പോകണ്ടേ കുട്ടികളെ? എനിക്ക് പ്രായമായില്ലേ? പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷകർത്താക്കളെ, ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നിവിടെ മുഖ്യ അതിഥിയായിരിക്കുന്ന നമ്മുടെ സ്കൂൾ മാനേജർ ശ്രീ ശിവദാസ മേനോനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഈ യാത്രയയപ്പ് യോഗത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്ന് പിരിഞ്ഞു പോകുന്ന നമ്മുടെ ശ്രീമാൻ അപ്പുണ്ണി മാഷെ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാൻ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെയൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കുട്ടികളാരെയും ഞാൻ മറക്കില്ല. പഠിപ്പിച്ച മുഴുവൻ കുട്ടികളെയും എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിൻ്റെ സ്മരണയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള പെൻഷൻ.
പത്രക്കാരെ വിളിച്ചു വരുത്തിയത് എന്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യാനാ. ഇത് കണ്ടാത്തൊന്നും സ്കൂൾ മാനേജരായ എന്നെക്കാൾ പ്രമാണി 1-ാം ക്ലാസ്സിലെ മാഷായ അപ്പുണ്ണി മാഷാണെന്ന്. അപ്പുണ്ണി മാസ്റ്റർക്കല്ലേ യാത്രയയപ്പ്? അപ്പോ ആ മാഷ്ട പടമല്ലേ പത്രത്തിൽ വരിക? ഇയാൾക്കൊക്കെ ഉദ്യോഗം കൊടുത്തത് ആരാ? ഞാനല്ലേ? അച്ഛനാണെന്നാണോ പറഞ്ഞു വരുന്നേ? അച്ഛനല്ല, അച്ഛന്റെ അച്ഛനാ. എന്നോട് തർക്കുത്തരം പറയരുതെന്ന് ഒരു 100 തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ അനുസരിക്കുന്നവരെയാ എനിക്കിഷ്ടം. രാവിലെ തന്നെ അച്ഛനും മകളും തമ്മിൽ അംഗം വേണ്ട. മെഡിസിന് പഠിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞു, നീ അത് കേട്ടില്ല. എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പറഞ്ഞു, അതും നീ കേട്ടില്ല. ഒരു ആർട്സ് സബ്ജക്റ്റ് എടുത്ത് നീ എന്ത് റിസർച്ച് ചെയ്യാൻ പോവുക? ആർട്സ് സബ്ജക്റ്റിൽ റിസർച്ച് ചെയ്യാനാ എനിക്കിഷ്ടം. അച്ഛൻ അച്ഛന്റെ വാസനയ്ക്ക് അനുസരിച്ചല്ലേ ജീവിക്കുന്നത്. എനിക്ക് എന്റെ വാസനയാ പ്രധാനം. വഴക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. എന്താ മാവാ അവിടെ ഒരു ഫാമിലി കോൺഫറൻസ്? അച്ഛനും മകളും തമ്മില് വഴക്കിടാനുള്ള ഒരുക്കത്തിലായിരുന്നു അയ്യപ്പ. ഞാനത് നിയന്ത്രിച്ചു നിർത്തിയിരിക്കുക. അയ്യപ്പേട്ടൻ പറയൂ, അഭിപ്രായ വ്യത്യാസം വന്നാൽ വഴക്കിടാതെ പറ്റോ? നീ എന്താ ഇങ്ങോട്ട്? എനിക്കിങ്ങോട്ട് വന്നൂടെ? എൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ വീടല്ലേ ഇത്? എന്തിനാ വന്നേന്ന് പറ. അത് എൻ്റെ മോട്ടോർ കേടുവന്നിരിക്കുക. തൽക്കാലം അമ്മാവൻ്റെ മോട്ടോർ ഒന്ന് തരണം. പാടത്തുള്ള ഷെഡിൻ്റെ താക്കോൽ എന്നാൽ മതി, ഞാൻ എടുത്തോളാം. താക്കോൽ അപ്പുണ്ണിയുടെ കാണും, വാങ്ങിച്ചോ. ശരി. ആ നിൽക്ക്. എന്താ അമ്മാവാ? നീയും നേരെയാവാനുള്ള ഒരുക്കമില്ല അല്ലേ? അതെന്താ, എനിക്കിപ്പോൾ എന്ത് പറ്റിയെന്നാ? അയ്യപ്പൻ കൃഷിക്കാരനായി നടക്കുന്നതിനെ പരിഹസിക്കുക അമ്മാവൻ. കൃഷിക്കാരനാവുന്നത് അത്ര മോശമായ കാര്യമാണോ? എന്ന് ഞാൻ പറയില്ല. പക്ഷെ കൃഷിക്കാരനാവാൻ MA വരെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. 8-10 പുസ്തകങ്ങൾ വായിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കി കൊടുത്താൽ ഡോക്ടറേറ്റ് കിട്ടും. അത് വലിയൊരു കാര്യമാണെന്ന് കരുതുന്ന ശുഭയെ ഞാൻ പരിഹസിക്കുന്നില്ല. എനിക്ക് ഈ ജോലി ഇഷ്ടമാണ്, കൃഷിപ്പണി. ആർക്ക് വേണേലും പരിഹസിക്കാം. എന്റെ മരുമനാണ് നീയെന്ന് പലരോടും പറഞ്ഞു നടക്കുന്നത് ഞാൻ അറിഞ്ഞു. അതിലെനിക്ക് വിരോധമുള്ളൂ. എന്താ, ഞാൻ അമ്മാവൻ്റെ മരുമകനല്ലേ? ഇനി ആ പോസ്റ്റ് അബോളിഷ് ചെയ്യാൻ പറ്റുമോ അമ്മാവാ? പോട്ടെ. നിന്റെ തള്ളയാ നിന്നെ കേടുവരുത്തുന്നത്. അവളോട് പറഞ്ഞതേ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന്. നേരെയാവില്ല. ആര് നേരെയാവില്ലെന്ന് അച്ഛൻ പറയുന്നേ? അയ്യപ്പേട്ടനാ? അത് സംശയമില്ലാത്ത കാര്യല്ലേ? നീ ഈ ജന്മം നേരെയാവില്ല. ഇപ്പോഴത്തെ കാലത്ത് റിസർച്ച് ചെയ്തുകൊണ്ടോ കൃഷിപ്പണി ചെയ്തുകൊണ്ടോ ഒന്നും നേരെയാവാനില്ല. നീയും അയ്യപ്പനും ഒരുപോലെ മന്ദബുദ്ധികളാ, വ്യത്യസ്ത ടൈപ്പുകളാണെന്ന് മാത്രം. അയ്യപ്പേട്ടൻ മന്ദബുദ്ധിയാ, എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. ശുഭേ, സംസാരം നിർത്ത്. അച്ഛന് കാശുണ്ടാക്കുന്ന ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. കാശില്ലാത്തവരൊക്കെ മോശക്കാരെന്ന വിചാരം. ആ വിചാരം എനിക്കുണ്ട്, അത് കറക്റ്റ് തന്നെയാ. നീ മിണ്ടാതിരിക്കേ. വരൂ, നടക്ക. അങ്ങോട്ട് കയറി നിൽക്ക. ഇങ്ങോട്ട് നിൽക്ക. അങ്ങോട്ടല്ല ഇങ്ങോട്ട് മാറി നിൽക്കാൻ. എന്താ ഞാൻ പറഞ്ഞ അനുസരിച്ചുകൂടെ? എന്നോട് വലിയ റെസ്പെക്ട് ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? അയ്യോ, റെസ്പെക്ട് ഉണ്ട്. ചിരി വേണ്ട, ചിരിക്കാതെ സംസാരിച്ചാൽ മതി. ചിരി എനിക്കിഷ്ടമല്ല. ഇനി അഥവാ ചിരിക്കണമെങ്കിൽ ഞാൻ പറയാം, അപ്പ ചിരിച്ചാ മതി. നമസ്കാരമുണ്ട് മേനോൻ സാറേ. ആ നമസ്കാരം. വല്ല പ്രതികളെയും കൊണ്ടുവരുന്ന മാതിരിയാണല്ലോ രാമൻകുട്ടി ചേട്ടൻ സുപ്രിയെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്കൂളിൽ ചാർജ് എടുക്കാൻ പോകുന്നതിന് മുൻപ് മേനോൻ സാറിനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണമെന്നാ ഇവൾക്കൊരാഗ്രഹം. ഭാര്യയുടെ അനുജത്തി ഒരാഗ്രഹം പറഞ്ഞാൽ അതിനെതിര് പറയരുതെന്നാ ഞങ്ങളുടെ കോണ്ടാക്ട് റൂൾസ് പറയുന്നത്. അനുഗ്രഹം തരാൻ ഞാനത്ര വലിയ ആളൊന്നും അല്ലോ സുപ്രിയെ. മേനോൻ സാറാണല്ലോ ഇവൾക്ക് ജോലി കൊടുത്തത്. ആ കുട്ടി അകത്തേക്ക് വാ, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. അയ്യോ, ചായയൊന്നും വേണ്ട. സ്കൂളിൽ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ പോവാ. ശുഭയും സാറിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പുണ്ണി മാസ്റ്റർ ക്ലാസ്സില് ആ പേരെന്താന്നാ പറഞ്ഞത്? സുപ്രിയ. ആ സുപ്രിയ പോസ്റ്റ് ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞത്. ആ ബഹുമാനമൊക്കെ നല്ലത് തന്നെയാ. പൊയ്ക്കോളൂ. ചായ. എന്നാ ഞങ്ങൾ പോട്ടെ.
ആ നടക്ക്. പെണ്ണുങ്ങളെ പോലെ കൊഴിഞ്ഞാടിയിട്ടല്ല നടക്കുന്നത്, ആണുങ്ങളെ പോലെ നടക്ക്. ദേ ഇങ്ങനെ. അകത്തിരുത്തി സൽക്കരിക്കണമെങ്കിൽ വന്നിരിക്കുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയെങ്കിലും ആയിരിക്കണം അല്ലേ അച്ഛാ? നീ നിന്റെ തള്ളയും ഇതിനകത്തേ താമസിക്കുന്നത്. നിങ്ങൾ സുപ്രീം കോടതി ജഡ്ജിമാരാണോ? ഒന്നാം ക്ലാസ്സിൽ തൃശ്ശൂർ പൂരം അരങ്ങേറിയോ ടീച്ചറെ? ഈ കൂജയിൽ വെള്ളമില്ലല്ലോ ദിവാകര. കൂജയിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചിരുന്നാണല്ലോ ടീച്ചറെ. ആ, ദിവാകരൻ സർവീസിൽ ജോയിൻ ചെയ്ത ദിവസം ഈ കൂജയിൽ വെള്ളം നിറച്ച് വെച്ചതാ. എന്താ ടീച്ചറെ ഇത്? 1-ാം ക്ലാസ്സിലെ ശബ്ദം 5-ാം ക്ലാസ്സിൽ കേൾക്കുന്നുണ്ടല്ലോ. മറ്റ് ക്ലാസ്സിലൊന്നും പാഠം പഠിപ്പിക്കേണ്ടെന്നാണോ ടീച്ചർ പറയണേ? പൂരം കാണാൻ പോയത് കൊണ്ട് ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ സാധിച്ചില്ല. ഒരിടത്ത് കിടന്ന് മയങ്ങാന്ന് വെച്ചാ അതിനും കുട്ടികൾ സമ്മതിക്കില്ല. ഓ, എന്തൊരു ശബ്ദ! മാഷ് അങ്ങോട്ട് എന്ന് കുട്ടികളെ ഒന്ന് ശരിക്കിരുത്ത്. എനിക്കൊരു പേപ്പർ ശരിയാക്കാനുണ്ട്. മാഷ് ചെല്ലേ, ഫയർ ചെയ്യാനായിട്ട് HMന്റെ ഓർഡർ കിട്ടിയിരിക്കല്ലേ. പുതിയ ടീച്ചർ ഇന്ന് ചാർജ് എടുക്കുമെന്നാണല്ലോ പറഞ്ഞത്. കാണാനില്ലല്ലോ. തുടക്കത്തിലേ ഉഴപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ടീച്ചർ വന്നാൽ ഒന്ന് ഭയപ്പെടുത്തി വെക്കുന്നത് നല്ലതാ. കരടി മാഷ് പറഞ്ഞുണ്ട്. മിണ്ടാതിരിടാ അവിടെ. എല്ലാത്തിനും തല്ലി കൊല്ലും ഞാൻ. ആ, എവിടെ ഇരിക്കണേ? പോയിരിക്കട അവിടെ. ഇരിക്കുന്ന ഒരുത്തൻ ഇരിക്കട. ആ, ഇനി നിങ്ങളെയൊക്കെ ഒതുക്കി നിർത്താനേ ഭദ്രകാളിയെ പോലെ ഒരു ടീച്ചർ വരണുണ്ട്. ആ ടീച്ചർ വന്നാലേ നിങ്ങളുടെയൊക്കെ മൂക്ക് ചെത്തി ഉപ്പിലിടും. മിണ്ടായിരിക്കടാ. ആ, ചിരിക്കണ. ഭദ്രകാളി ടീച്ചർ നമ്മുടെ ചോര കുടിക്കുവോ എന്നാ തോന്നുന്നേ. ഭദ്രകാളി ടീച്ചറിനെ കരടി മാഷിന് പോലും പേടിയാന്നാ തോന്നുന്നേ. ഞാൻ തല്ലിയ നിങ്ങളൊക്കെ ചാവും. അതുകൊണ്ടാ 5-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ മതിയെന്ന് ഞാൻ തീരുമാനിച്ചത്. പുതുതായി വരുന്ന ടീച്ചർക്ക് ഞാനൊരു സാധനം സമ്മാനിക്കാനുണ്ട്. എന്താണെന്നറിയോ അത്? ദാ ഇത് തന്നെ. ആ, മിണ്ടാതിരുന്നോളൂ ഇവിടെ. ആ, ജോയിൻ ചെയ്ത സ്ഥിതിക്ക് ഇനി ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. വരും വഴി അമ്പലത്തിൽ തൊഴാനായി കയറിയപ്പോൾ നട അടച്ചിരുന്നു. പിന്നെ നട തുറക്കാതെ പോരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ വൈകിയത്. സാരമില്ല, കയറി പഠിപ്പിച്ചോളൂ. 2 ഡിവിഷനിലേക്കുള്ള കുട്ടികളുണ്ട്. TTC പാസ്സായ ശേഷം ആദ്യമായിട്ടാ. ടീച്ചറെ, എന്റെ ഈ സമ്മാനം അങ്ങോട്ട് വാങ്ങിക്കുക. ഇതെന്താ? ഇതെന്താണെന്ന് കണ്ടിട്ട് മനസ്സിലായില്ലേ? വടി. ഇതെന്തിനുള്ളതാ? നായാട്ടിന് പോകുമ്പോ തോക്ക് എന്തിനുള്ളതാ? തോക്ക് കയ്യിലില്ലെങ്കിൽ വന്യമൃഗങ്ങൾ നമ്മളെ തിന്നില്ലേ? അതുപോലെ ഈ ആയുധം കയ്യിലുണ്ടെങ്കിൽ ടീച്ചർ ഇത് വാങ്ങുക. ആ, ഇരിക്കൂ. ഈ ടീച്ചർ ഭയങ്കരിയാ, നമ്മളെ കൊല്ലുമെന്നാ തോന്നുന്നേ. എന്താ കുട്ടി പറഞ്ഞത്? എന്താ ഒന്നും മിണ്ടാത്തെ? ആ, മിണ്ടാതിരിക്കുക വേണ്ടത്. ഇവിടുത്തെ ബഹളം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കേട്ടു. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായി വന്ന ടീച്ചറാ. എന്നെ നിങ്ങൾക്കിഷ്ടായോ? ചോദിച്ചത് എല്ലാരും കേട്ടില്ലേ? എന്നെ നിങ്ങൾക്കിഷ്ടായില്ലേന്നാ ഞാൻ ചോദിച്ചത്. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? പേടികൊണ്ടാണോ? എങ്കിൽ ഞാൻ പുറംതിരിഞ്ഞു നിൽക്കാം. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാ. എന്നെ നിങ്ങൾക്കിഷ്ടമായോ? ആ, ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. ഇഷ്ടായില്ലേ? ഇഷ്ടാവണ്ട.
എനിക്കെന്തിനാ നിങ്ങളുടെ ഇഷ്ടം? നിങ്ങളല്ലല്ലോ എനിക്ക് ശമ്പളം തരുന്നത്. ആ, ഞാൻ പറയുന്ന നിങ്ങൾ അനുസരിക്കുമോ? അനുസരിക്കുമോ എന്നാ ചോദിച്ചത്. ആ, അനുസരിപ്പിക്കാൻ പറ്റിയ ആയുധം എന്റെ കയ്യിലുണ്ട്. ഈ സ്കൂളിലെ 1-ാം ക്ലാസ്സിലെ കുട്ടികള് നല്ല കുട്ടികളായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. ശരി ശരി, എല്ലാരും ബുക്കെടുത്തേ. എടുത്തോ. വത്സല ഇങ്ങോട്ടിരിക്കേ. എന്താ? ഇങ്ങോട്ടിരിക്കാനല്ലേ പറഞ്ഞത്? നിങ്ങൾ കാര്യം പറ മനുഷ്യ. 1-ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയാൻ അവർക്ക് നാണമില്ലേ? മാഷന്മാർ മുഴുവൻ എന്നോട് വിവരം പറഞ്ഞു. എനിക്കത് കേട്ടിട്ട് നാണക്കേടായി. നിന്റെ അനുജത്തി എവിടെ? അവളെ അങ്ങോട്ട് വിളിക്കേ. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് പറ. കായംകുളം കൊച്ചുണ്ണി, വെള്ളായനി പരമു എന്നീ കേടികളെ ഒന്നടങ്കം കൈകാര്യം ചെയ്ത് വന്നവനാ ഈ രാമൻകുട്ടി. 5 വയസ്സായ പിഞ്ചു കുഞ്ഞുങ്ങളെ എന്തിനാ നീ പേടിക്കുന്നത്? അത് തുടക്കമല്ലേ രാമൻകുട്ടിയേട്ടാ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഭയപ്പെടുത്താതെ കുട്ടികളെ അനുസരിക്കൂ. ഉറുപ്പിക്ക് എത്ര കൊടുത്താണ് നിനക്ക് ജോലി വാങ്ങിച്ചു തരുന്നത് നിനക്കറിയൂ? എന്താ നിന്റെ മുഖത്തൊരു മൂഡൗട്ട്? ഞാനും നിന്റെ കൂടെ വരണോ സ്കൂളിലേക്ക്? ബാക്കിയുള്ളവൻ ഒരു ഉദ്യോഗം ഉണ്ടാക്കി കൊടുത്തു. ഇനി വല്ലവന്റെ തലയിൽ കെട്ടിവെച്ചാലേ സമാധാനവും. ഓ, സമയമായി. ഇപ്പോഴത്തെ SI വലിയ ചൂടനാ. വാതിലടച്ചോ വത്സലേ? കള്ളന്മാരുള്ള കാലവാ, സൂക്ഷിക്കണം. കുട്ടികളെ ഭയപ്പെടുത്തിയതുകൊണ്ട് ഒരു കാര്യമില്ല സുപ്രിയെ. കുട്ടികളുടെ ഹൃദയത്തില് സ്ഥാനം നേടണം. അതിനുള്ള മിടുക്ക ടീച്ചർമാർക്കുണ്ടാവേണ്ടത്. ടീച്ചറുടെ പണി എനിക്കിഷ്ടാ. അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. മാഷേ, ഈ വടി എനിക്ക് വേണ്ട. മാഷേ തന്നെ വെച്ചോളൂ. എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ വളരെ നല്ലവരാ. ഞാൻ ഒരിക്കലും അവരെ തല്ലില്ല. ആ, നേര് പറയണമല്ലോ മാഷേ, ഇത്ര നല്ല കുട്ടികൾ ഈ കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. നാരായണമംഗലം UP സ്കൂളിലെ 1-ാം ക്ലാസ്സിലെ ടീച്ചറാവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്. ഫലം അറിഞ്ഞോളും. ആ, ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരുന്നോളൂ. ആദ്യം നമുക്കെല്ലാം ഒന്ന് പരിചയപ്പെടണം. എല്ലാവരും സ്വന്തം പേര് പറയണം. എന്താ പറയില്ലേ? ആ, അത് കഴിഞ്ഞ് ഞാനൊരു കഥ പറയും. കഥ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എത്ര ഇഷ്ടമുണ്ട്? കഥയും പാട്ടും ഒക്കെ കഴിഞ്ഞ് നമുക്ക് സമയമുണ്ടെങ്കിൽ ആ ആ ഈ ഈ എന്നീ അക്ഷരങ്ങളും 1 2 3 4 എന്നീ അക്കങ്ങളും നമുക്ക് പഠിക്കാം. ഞാൻ പാട്ട് പാടാം. മോളെ പേരെന്താ? ഗായത്രി. ആ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഗായത്രി ഒരു പാട്ട് പാടും. പാട്. ഒന്നാം മാനം പൂമാനം, പിന്നത്തെ മാനം പൊന്മാനം. ആഹാ, കൊള്ളാലോ. നന്നായിട്ട് പാടിയല്ലോ. ഇരുന്നോളൂ. ഇനി ആരാ പാടാനുള്ളേ? ഞാൻ പാട്. ഓരോരുത്തരായിട്ട് പാട്. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ.
അമ്മ ഇപ്പോൾ അമ്മാവനെ കാണാൻ അങ്ങോട്ട് പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല. എനിക്ക് എൻ്റെ ഏട്ടനെ കാണാൻ നിന്റെ സമ്മതം ആവശ്യമില്ല. അമ്മ ഇപ്പോൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ശുഭയെ നിനക്ക് വിവാഹം കഴിപ്പിച്ച് തരാമെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോ? ശുഭ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ പറഞ്ഞതാ. അത് അമ്മാവനൊരു തമാശ പറഞ്ഞായിരിക്കും. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മാവനിപ്പോൾ പഴയ ആളൊന്നുമല്ല. നമ്മളെയൊന്നും അമ്മാവനിപ്പോൾ കണ്ണി പിടിക്കില്ല. എന്ന് വെച്ച് ബന്ധം മുറിച്ചു കളയാൻ പറ്റുമോ? ശുഭ വലിയ പത്രാസുകാരിയാണ്. കൃഷിക്കാരനെ എന്നെ ശുഭയ്ക്ക് ഇഷ്ടാവില്ല. ശുഭയ്ക്ക് മാത്രമല്ല, അമ്മാവനും അമ്മാവിക്കും ഒന്നും എന്നെക്കുറിച്ച് വലിയ മതിപ്പില്ലല്ലോ. അതൊക്കെ നിന്റെ തോന്നല. കൃഷിക്ക് ആവശ്യമുള്ള ട്രാക്ടർ വരെയും നിന്റെ അമ്മാവൻ നിനക്ക് തന്ന് സഹായിച്ചില്ലേ? ഞാനിപ്പോൾ അങ്ങോട്ട് പോവുക. കഴിയുമെങ്കിലേ ഒരു ഓട്ടോ വിളിച്ച് എന്നെ അതിൽ കയറ്റി വിട്. ഏട്ടനെ പഴമങ്ങാന്ന് വെച്ചാ വലിയ ഇഷ്ടം. എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഏട്ടൻ പുറത്തേക്ക് പോകാൻ ഇറങ്ങാണോ? ആ, ഒരാളെ കാണാനായിട്ട് പോവുക. ആ. നീ എന്താ ഇങ്ങോട്ട്? എന്താ വിശേഷം? വിശേഷമില്ലാതെ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? പാടില്ല എന്നല്ല, വിശേഷമില്ലാതെ നീ ഇങ്ങോട്ട് വരാറില്ലല്ലോ. ആ, പിന്നെ എന്തൊക്കെയുണ്ട് അയ്യപ്പൻ്റെ വിശേഷങ്ങൾ? കൃഷിക്കാര്യങ്ങളൊക്കെ നിർത്തി വല്ല ജോലിക്കാര്യത്തിനും ശ്രമിക്കാൻ പറയാറുന്നില്ലേ അവനോട്? അവന് അതാണ് ഇഷ്ടമെങ്കിൽ പിന്നെ നമ്മൾ എന്താ ഏട്ടാ ചെയ്യുക? കൃഷിക്കാരനാവുക എന്ന് പറയുന്നത് അത്ര മോശമായ കാര്യമൊന്നുമല്ലല്ലോ. മോശമായ കാര്യമൊന്നുമല്ല, അത്ര നല്ല കാര്യമല്ലെന്നേ ഉള്ളൂ. ശുഭയുടെ റിസർച്ചൊക്കെ എവിടം വരെ എത്തി? ഗോയിങ് ഓൺ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാൻ ഒരു കാരണമുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ച് പറയാമോന്നൊന്നും എനിക്കറിയില്ല. എപ്പോഴായാലും പറയണമല്ലോ. ശുഭയുടെ വിവാഹകാര്യമൊക്കെ എവിടം വരെയായി? നല്ലൊരാളിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് മാധവി കൊണ്ടുവന്നതാണോടി? എന്താ ഇത്? പഴുത്ത മാങ്ങയാ. ഏട്ടന് പഴമാങ്ങ വലിയ ഇഷ്ടമാണല്ലോ. ശുഭയുടെ വിവാഹകാര്യം ഏട്ടൻ പണ്ട് എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? പണ്ട് എന്ത് പറയാൻ? ഒന്നും പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ. എന്തിനാ മാധവി ഈ മാങ്ങയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതൊക്കെ ഇവിടെ ആരാ തിന്നു തീർക്കുക? അയ്യപ്പനെ ശുഭയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നൊരു മോഹം എനിക്കുണ്ട്. പണ്ടെങ്ങോ ഞാൻ ഇക്കാര്യം ചർച്ച ചെയ്തു എന്നുള്ളത് നേര് തന്നെയാ. പക്ഷേ അതിപ്പോഴല്ല, അയ്യപ്പന്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്താ. അയാളാണെങ്കിൽ മരിച്ചും പോയി. അതുകൊണ്ടാണല്ലോ ഏട്ടാ എനിക്ക് ഈ കാര്യം സംസാരിക്കേണ്ടി വന്നത്. ഇന്നലെ ഞാൻ കാറിൽ വരുമ്പോ അവൻ ആ പാടത്ത് നിൽക്കുന്നുണ്ടു. പണിയെടുക്കാൻ അവൻ ഒരു മടിയില്ല. ആൺകുട്ടികളായാൽ അങ്ങനെയല്ലേ ഏട്ടാ വേണ്ടത്? ആ ആ അകത്തേക്ക് വരും. പാർവതി വേൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്. അകത്തേക്ക് വരണം സാർ. ആ ഇരിക്കും മേനോൻ. സുഖക്കേടാണെന്നറിഞ്ഞ് അന്വേഷിച്ചു വന്നാ ഞാൻ. അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അസുഖം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഒന്ന് ചോദിച്ചോട്ടെ, കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാ നടക്കുക? ഭർത്താവ് മരിച്ചു. ഒരു മകനുള്ളത് അമേരിക്കയിൽ. ഞാൻ ഇനി എന്താ ചെയ്യുക? മേനോൻ പറ. ദീപാങ്കറിനോട് നാട്ടിലേക്ക് വരാൻ പറയണം. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തില്ല ഇവിടെ. അയാൾ എന്തിനാ അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്? ഒരു കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ അങ്ങോട്ട് കൂടാൻ പറയണം. അത് പറഞ്ഞാൽ ആ കുട്ടി കേൾക്കുമോ മേനോൻ? ഞാൻ എത്ര തവണ പറഞ്ഞു നോക്കിയതാ. അവന് നമ്മുടെ നാടിനേക്കാൾ ഇഷ്ടം അമേരിക്കയാ. ഈ നാട്ടിലുള്ളവരെ ഒന്നും മനുഷ്യന്മാരായി അവൻ കണക്കാക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? അയാൾ ഈ നാട്ടുകാരനല്ലേ. അമ്മയെ മാറ്റാൻ പറ്റുമോ? അയാളോട് ഉടനെ ഇങ്ങോട്ട് വരാൻ പറയണം. അതാ ബുദ്ധി.
നിങ്ങൾക്കിനി പഴയ പോലെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കി നടത്താൻ പറ്റില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ നീക്കാൻ. രോഗം സീരിയസ് ആണെന്ന് പറഞ്ഞേക്കൂ. അടുത്ത ഫ്ലൈറ്റിൽ തന്നെ വരാൻ പറയണം. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ആ. ശുഭയുടെ ആവശ്യത്തിനുള്ള ഒന്നുകൊണ്ട് കാര്യങ്ങൾ മേടിക്കണം. ശുഭയോട് എന്റെ അന്വേഷണം പറയണം. ആ. ശിവ, ഒന്ന് വണ്ടി സൈഡിലേക്ക് നിർത്ത്. എയർപോർട്ടിൽ നിന്ന് കഴിച്ച ഇളനീര് അബദ്ധമായെന്നാ തോന്നുന്നത്. നാച്ചുറൽ ബ്യൂട്ടി കണ്ട് നിന്നുപോയതാ. ടീച്ചറെ ഇതാ. ഇങ്ങോട്ട് വാ. എനിക്ക് ഈ പട്ടിക്കാട്ടിലേക്ക് വരാൻ ഒരു ഇഷ്ടമില്ല. പിന്നെ അമ്മ നിർബന്ധിച്ചാൽ എന്താ ചെയ്യാ? അമ്മ എന്ത് പണിയായി കാണിച്ച്? ഗുരുതരമായ എന്തോ രോഗമുണ്ടെന്ന് പറഞ്ഞല്ലേ എന്നെ ഇങ്ങോട്ട് വരുത്തിയത്? എന്റെ രോഗം ഗുരുതരം തന്നെയാ. നീ ഇവിടെ സ്ഥിര താമസമാക്കിയാൽ എന്റെ രോഗം മാറും. നീ ഇവിടുന്ന് പോയാ ഞാൻ ചാവും. ഏത് വേണം നീ പറ. ഞാൻ ഇവിടെ എന്താ ചെയ്യമ്മേ? ഈ നാട്ടിൽ കഴിയാനാണെങ്കിൽ ഇത്രയും ബിരുദങ്ങൾ നേടണമായിരുന്നു. അമേരിക്കയിൽ ഞാൻ എത്ര രൂപ ശമ്പളം വാങ്ങുന്നെന്ന് അമ്മയ്ക്കറിയോ? എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. നിനക്ക് കഴിയാനുള്ള വകയൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും ഒരു തൊഴിലില്ലാതെ ഈ നാട്ടിലാണെങ്കിൽ എനിക്ക് പറ്റിയ ഒരു കമ്പനികളും ഇല്ലാതാനും. സ്വന്തം നാട്ടിൽ താമസിക്കുന്നത് തന്നെയാ സുഖം. കഴിയുമെങ്കിൽ നീ ഇവിടേക്കൊന്ന് ചുറ്റി നടന്നു നോക്ക്. ഒന്നുമില്ലെങ്കിലും ശുദ്ധവായു ശ്വസിക്കാലോ. ഞാൻ അവിടെ ശ്വസിച്ചിരുന്നത് ശുദ്ധവായു അല്ല എന്നാണോ അമ്മ പറയുന്നത്? അമ്മ എന്നെ ഇനി ഇവിടുന്ന് വിടില്ല എന്നുള്ള കാര്യം തീർച്ചയാണോ? തീർച്ച. കഷ്ടം തന്നെ അയ്യപ്പേട്ടന്റെ കാര്യം. എന്ത് പറ്റി ശുഭേ? 150 രൂപ കൊടുത്ത ഒരു കൂലിക്കാരനെ കിട്ടില്ലേ? കിട്ടും. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ കിളയ്ക്കുന്ന സുഖം കിട്ടില്ല. നേരെയായി കാണാനുള്ള മോഹം കൊണ്ട് പറയുന്നതാ. അയ്യപ്പേട്ടൻ എന്ത് ചെയ്താലും എനിക്കൊരു വിരോധവും ഇല്ല. ഇതാര് ദീപാങ്കുരനോ? ശുഭയ്ക്ക് അറിയില്ല ആളിനെ.
നേര് പറയാലോ, പെട്ടെന്ന് മനസ്സിലായില്ല. 10 വർഷം മുമ്പ് എപ്പോഴോ കണ്ടതാ. എന്തൊരു മാറ്റല്ലേ. മാറ്റം എനിക്ക് മാത്രമേ ഉള്ളൂ. ഈ നാട്ടിൽ ഒരാൾക്ക് ഒരു മാറ്റവും ഇല്ല. അതാ എനിക്ക് അത്ഭുതമായി തോന്നുന്നത്. മാറ്റമില്ലെന്ന് പറയണ്ട കേട്ടോ. അയ്യപ്പേട്ടനെ നോക്കി വിലയിരുത്തണ്ട. അയ്യപ്പേട്ടൻ്റെ ഇത് കീഴ്പോട്ടാ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ശുഭ എന്ത് ചെയ്യുന്നു? റിസർച്ച് ചെയ്യാ. സബ്ജക്ട് സോഷ്യോളജി. ഈ സോഷ്യോളജിയിൽ എന്ത് റിസർച്ച് ചെയ്യാനാ? അതും ഈ നാട്ടിൽ താമസിച്ചുകൊണ്ട്. ഇത്തരം റിസർച്ച് കൊണ്ട് എന്താ ഒരു പർപ്പസ്? ദീപാങ്കുരേട്ടൻ നാട്ടിൽ സ്ഥിരതാമസാക്കിന്ന് കേട്ടു. അതുകൊണ്ട് ഈ നാടിന് എന്താ ഒരു ഗുണം? ശുഭയെല്ലാം തുറന്നടിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലാ അല്ലേ? ദീപാങ്കുരേട്ടനും ആ കൂട്ടത്തിൽ പെടുവല്ലോ. എങ്കിൽ തുറന്നു തന്നെ പറയാം, ശുഭ ഒരു ഉഗ്രം ബ്ലേഡ് ആണെന്നാണ് എന്റെ അഭിപ്രായം. ഈ അഭിപ്രായം എനിക്കും ഉണ്ട്. ദീപാങ്കുരേട്ടൻ കത്തിയാണെന്ന്. അല്ല, അയ്യപ്പനെ പറ്റി വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഹീസ് അനദർ കത്തി. അയ്യപ്പൻ എന്താ ഞങ്ങളെ കുറിച്ച് അഭിപ്രായം? അല്ല, അത് പറയൂ, ഒരു രസത്തിന് ചോദിക്കാം, ജസ്റ്റ് ഫോർ ഫൺ. നിങ്ങൾ രണ്ടുപേരും ഉഗ്രൻ കൊടുവാളുകളാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് 3 പേർക്കും പരസ്പരം നല്ല അഭിപ്രായമില്ലാന്ന് ചുരുക്കം. കറക്റ്റ്. എങ്കിൽ പിരിയാം. ഒരു നാട്ടുകാരല്ലേ, ഇനിയും കാണേണ്ടി വരും. ഓക്കെ, സമാധാനം ആയല്ലോ. എന്നാ ശുഭ ചെല്ല്. അപ്പുണ്ണിമാഷ്ക്ക് എന്നെ മനസ്സിലായോ? ആ, ഓർമ്മയുണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയും മറന്നിട്ടില്ല. പോരാത്തതിന് തന്നെക്കുറിച്ച് ഇടയ്ക്കിടെ ഞാൻ ഓർക്കുകയും ചെയ്യും. മാഷെന്നെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അത്ഭുതം തോന്നാ. 1-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ദീപാങ്കുരനെ ആ ഓർമ്മ. പോത്തുപോലെ വളർന്ന ഈ ദീപാങ്കുരനെ അല്ല. 9 എന്ന് താൻ ക്ലാസ്സിൽ പറയില്ല. 8 കഴിഞ്ഞാൽ 9 എന്നേ പറയൂ. 89 കഴിഞ്ഞ് 90 എന്ന് താൻ പറയില്ല, 9 എന്നേ പറയൂ. അതുപോലെ 700, 800, 90 എന്നേ താൻ പറയൂ. ഓർമ്മയുണ്ടോ? മലയാളവുമായി അത്ര ബന്ധമില്ലെങ്കിലും ചോദിക്കാം മാഷേ, അങ്ങനെ ഉച്ചരിക്കുന്നല്ലേ അതിന്റെ ഒരു ശരി? തന്നോട് ഞാൻ തർക്കിക്കുന്നില്ല. തൻ്റെ ഉച്ചാരണം ശരിയാ. ആട്ടെ, ഇനി എത്ര കാലമുണ്ട് നാട്ടിൽ? ഇനി മടങ്ങിപ്പോവരുതെന്ന് അമ്മ പറയുന്നത്. ഓ, അങ്ങനെയാണോ? ഇവിടെ താൻ എന്ത് ചെയ്യാൻ പോവുക? ഞാനും അത് തന്നെ ആലോചിക്കുന്ന മാഷേ. എനിക്ക് ഈ നാടുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും താൻ ജനിക്കേണ്ട ഇവിടെ ആയിരുന്നില്ല, വിദേശത്ത് ജനിക്കേണ്ടവനായിരുന്നു. അത്ര ബുദ്ധിയാ. മാഷ് ഇപ്പോഴും 1-ാം ക്ലാസ് തന്നെയാണോ? അല്ല, 1-ാം ക്ലാസ്സിലെ മാഷന്മാർക്ക് പ്രൊമോഷൻ ഇല്ലല്ലോ. ഞാൻ റിട്ടയർ ചെയ്ത വിവരമൊന്നും താൻ അറിഞ്ഞില്ലേ? ഇല്ല. അല്ല, മാഷ് എങ്ങോട്ടാ? എവിടെങ്കിലും വേണേ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗം നാട്ടിലുണ്ടെന്ന് താൻ മനസ്സിലാക്കണമല്ലോ. ഓക്കെ, ആ, ബൈ. എനിക്കിപ്പോഴേ ഈ നാട് മടുത്തോമ്മേ. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വിദേശത്താ. അവരും എന്നെ മനസ്സുകൊണ്ട് ഒഴിവാക്കുക. പുറത്തേക്കൊക്കെ നീ പോയിരുന്നല്ലോ. പഴയ പരിചയക്കാരെ ആരെയും നീ കണ്ടില്ലേ? അല്ലെങ്കിലും നിനക്കിവിടെ ആരാ പരിചയക്കാരായിട്ടുള്ളത്, അല്ലേ? ചോദ്യവും ഉത്തരവും അമ്മ തന്നെ പറഞ്ഞു. 3 ജീവജാലങ്ങളെ കണ്ടുമുട്ടി. 3 പേരും 3 ടൈപ്പാ. ഒന്ന് ശുഭ, വേറൊന്ന് അയ്യപ്പൻ, പിന്നെ അപ്പുണ്ണി മാസ്റ്റർ. ലോകത്തുള്ള സകലരും മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ മാത്രം ഒരു മാറ്റവും ഇല്ല. ലോകം മാറുന്നെന്നൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. അടിസ്ഥാനമായി ഒരു മാറ്റവും ഇല്ല. നീ പഴയ ദീപാങ്കുരൻ തന്നെയാ. മാറിപ്പോയിന്നൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. തങ്കമണി എന്താ ഒന്നും മിണ്ടാത്തത്? ശുഭയോട് ചോദിക്കാതെ
ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെയാ അഭിപ്രായം പറയുക? ദീപാങ്കുരനെ കുറിച്ച് അവൾ എന്താ പറയാന്നറിയില്ലല്ലോ. അവളെവിടെ? ഇങ്ങോട്ട് വിളിക്കുക. തലവേദനയാണെന്നും പറഞ്ഞ് നേരത്തെ കിടന്നുറങ്ങി. ദീപാങ്കുരന് എന്താ ഒരു കുഴപ്പം? ഞാനീ വിഷയം ഗൗരവമായി എടുത്തിരിക്കുന്നു. ഇക്കാര്യം പാർവതി മേനോട് സംസാരിക്കാൻ പോവുക. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ മറുപടി പറയാ? പെട്ടെന്ന് വേണ്ട, ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാൽ മതി. എന്നെ അലട്ടുന്ന പ്രശ്നം ഇപ്പം അതൊന്നുമല്ല. ഒരു ജോലിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിനക്ക് ഈ നാട്ടിൽ എന്ത് പണി കിട്ടാനാ? നിന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചുള്ള എന്ത് പണിയാ ഈ നാട്ടിലുള്ളത്? BEd പാസ്സായ കാലത്ത് ഞാൻ നിന്നോട് പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഒരു പണി സ്വീകരിക്കാൻ. മാസ്റ്റർ പണി വേണ്ടെന്ന് പറഞ്ഞ് നീ പിന്നെയും പഠിച്ചു, വിദേശത്തേക്ക് പോവുകയും ചെയ്തു. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ദീപാങ്കുരന് എന്തിനാ ഒരു ജോലി? ദീപാങ്കുരനെ പോലൊരു ജീനിയസിന് ഇവിടുത്തെ ഒരു ജോലിയും പറ്റില്ല. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഇവന്റെ ലൈബ്രറി മേനോൻ കണ്ടിട്ടുണ്ടോ? 2 മുറി നിറയെ പുസ്തകങ്ങളാ. അമേരിക്കയിൽ നിന്ന് വരുമ്പോ ഇവൻ കൊണ്ടുവന്ന എന്താണെന്നറിയാമോ? ഒരു ലോഡ് പുസ്തകങ്ങള്. നേര് പറഞ്ഞാൽ ദീപാങ്കുരനോട് സംസാരിക്കാൻ പറ്റിയ ആളുകൾ ഈ നാട്ടിലില്ല. നേരം പോട്ടെ അങ്കിൾ, എന്ത് ജോലിയായാലും വേണ്ടില്ല. അല്ല, ചെറിയ ശമ്പളമുള്ളൊരു ജോലിയായാലോ? അതൊന്നും പ്രശ്നമല്ല അങ്കിൾ. 1-ാം ക്ലാസ്സിലെ മാഷാകാൻ പറ്റുമോ? 1-ാം ക്ലാസ്സിലെ മാഷോ? 2 ഡിവിഷനിലേക്ക് വേണ്ടുന്ന കുട്ടികൾ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്നാണ് പഠിക്കുന്നത്. ഒരു വേക്കൻസി ഉണ്ട്. ദീപാങ്കുരന് വേണമെങ്കിൽ 1-ാം ക്ലാസ്സിലെ മാഷാവാം. അത് വളരെ ചീപ്പായൊരു കാര്യമല്ലേ മേനോൻ? ഇത്രയും പഠിപ്പുള്ള ഇവൻ 1-ാം ക്ലാസ്സിലെ മാഷാവാന്ന് പറഞ്ഞാൽ. എനിക്കറിയാം, കൈത്തോക്ക് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് പാറ്റൻ ടാങ്ക് ഉപയോഗിക്കുന്ന പോലെയാണെന്ന്. അങ്കിൾ, എനിക്ക് ആ ജോലി തരുമോ? വെറുതെ വേണ്ട, സംഖ്യ എത്ര വെച്ചാൽ തരാം. ഇതൊക്കെ ഒരു തമാശയല്ലേ? ദീപാങ്കുരൻ 1-ാം ക്ലാസ്സിലെ മാഷാവാൻ തയ്യാറാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? യെസ് അങ്കിൾ, ഞാനതിനെ ഒരു ചലഞ്ചായി എടുക്കുകയാണ്. ടീച്ചറുടെ ഭാഗ്യം, ഇന്നു മുതൽ ടീച്ചറുടെ വർക്ക് പകുതി കുറഞ്ഞു. പുതിയ മാഷ് വന്നോ? ഇപ്പൊ വരും. 1-ാം ക്ലാസ് ബിയിലെ കുട്ടികളെ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദിവാകരൻ എന്താ ബെല്ലടിക്കാത്തത്? ഹായ്. മാഷിനെ കാത്തിരിക്കായിരുന്നു. ആ? കണ്ട 1-ാം ക്ലാസ്സിലെ മാഷാന്ന് തോന്നില്ലേ? അതെന്താ, 1-ാം ക്ലാസ്സിലെ മാഷിക്ക് കൊമ്പ് വേണമെന്നുണ്ടോ? ഇക്കാലത്ത് ഇത്തരം ചപ്പടാച്ചികളൊക്കെ നല്ലതാ, എങ്കിലേ കുട്ടികൾക്ക് പേടിയുണ്ടാവും. വരൂ മാഷ്, വരൂ. താങ്ക് യു. ഇവിടുത്തെ സ്റ്റുഡൻസ് അധികവും ലോ ക്ലാസ്സുകളല്ലേ. കയറി വന്നപ്പോഴേ ഒരു ബാഡ് സ്മെൽ. ഹൈജീനിക്കായ ഒരു അന്തരീക്ഷമായി എനിക്കിത് തോന്നുന്നേയില്ല. പാവപ്പെട്ട വീടുകളിലെ കുട്ടികളാ, അവരെ മെരുക്കിയെടുക്കാൻ സ്വല്പ ബുദ്ധിമുട്ടാ. അമേരിക്കയിൽ ഞാൻ ഏത് പോസ്റ്റിൽ ഇരുന്ന ആളാന്ന് ടീച്ചർക്കറിയോ? ഗതികേട് കൊണ്ടാ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്, ജസ്റ്റ് ഫോർ എ ഫൺ. 1-ാം ക്ലാസ്സിലെ കുട്ടികളെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യണം. ടീച്ചർ എനിക്ക് ലെസൺ എടുക്കുകയാണോ? ഞാൻ ഈ വേൾഡ് മുഴുവൻ കണ്ടയാളാ. എന്താ ടീച്ചറെ, കുറച്ച് പഞ്ഞി വേണമായിരുന്നു, പിന്നെ ഒരു കഷ്ണം തുണി. ഇവിടെ ടീച്ചർ പോസ്റ്റിൽ തന്നെയല്ലേ, അതോ നേഴ്സോ? രണ്ടും കൂടിയാ. ആ, എന്നാ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. താങ്ക്സ്. ഓടിക്കളിക്കുമ്പോ സൂക്ഷിക്കണ്ടേ ശിവാംബിയെ? സാരല്ല കേട്ടോ. വേദനിക്കുന്നുണ്ടോ? വേദനയൊക്കെ ഇപ്പൊ പോവും കേട്ടോ, സാരല്ല.
പോയിരുന്നു. ആ, ഇന്ന് നമുക്ക് കഥയും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് അക്ഷരങ്ങൾ പഠിക്കാം. എന്താ? ശരി ടീച്ചർ. പഠിക്കാം. അപ്പൊ ഇന്ന് ആരാ കഥ പറയാൻ പോന്നേ? ലിസൺ ലിസൺ, ഇതെന്താ? ഈസ് ഇറ്റ് എ മാർക്കറ്റ്? നിങ്ങൾ എന്താ ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയി ബിഹേവ് ചെയ്യുന്നത്? എന്റെ ഐഡന്റിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്താൽ ഞാൻ സമ്മതിക്കില്ല. ഐ വിൽ നോട്ട് അലോ ദാറ്റ്. സൈലൻസ്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഡു യു നോ ഹു ആം ഐ? സൈലൻസ്, സൈലൻസ് പ്ലീസ്. എനിക്ക് ഒന്നിന് പോണം. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ലേ? ഫൂൾസ്. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ടീച്ചറാ. ടീച്ചർ എങ്ങനെ ആണാവാ? പെണ്ണല്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 1-ാം ക്ലാസ്സിലെ മാഷാ കുട്ടികളെ. നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാ. ടീച്ചർ പോയിക്കോളൂ. ഈ ക്രീച്ചേഴ്സിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. കുട്ടികളല്ലേ മാഷേ, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ശ്രദ്ധിക്കാൻ എക്സ്പ്ലോസീവായ ഐറ്റംസ് ഒന്നും അല്ലല്ലോ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്നോട് കോപ്പറേറ്റ് ചെയ്യില്ലെന്ന്. ഐ നോ വാട്ട് ടു ഡു. അങ്ങനെ ആനയും മുയലും കൂടെ വന്ന് പടക്കത്തിന്റെ അടുത്തേക്ക് പോയപ്പോഴേക്കും അതെല്ലാം കൂടെ അങ്ങ് പൊട്ടിപ്പോയി. എന്താ ടീച്ചർ അവിടെ ഒരു കൂട്ടച്ചിരി? ടീച്ചർ എന്താ കുട്ടികളെ പഠിപ്പിക്കാണോ അതോ ചിരിപ്പിക്കാണോ? ചിരിപ്പിച്ച് പഠിപ്പിക്കുക. അമേരിക്കയിലെ കൊടികുത്തിയ ക്രിമിനൽസിനെ കണ്ടിട്ടുണ്ട്. എയർപോർട്ടിൽ 1.5 years വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാ ഈ ദീപാവലി മാഷേ? ദീപാവലിയല്ല, അല്ലെങ്കിൽ അമാവാസി, എന്തോ ആയിക്കോട്ടെ. ഞാനും മാഷ പോലെ ഇവിടെ കാശ് കൊടുത്ത് കയറിയതാ. ഇവറ്റകളെ നേർവഴിക്ക് നടത്താനേ ഒരൊറ്റ മാർഗേ ഉള്ളൂ. മാർഗം എനിക്കറിയാം. ഐ നോ ഇറ്റ്. ആ, നിങ്ങൾക്കൊരു പുണ്ണാക്കും അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇതേ 1-ാം ക്ലാസ്സാ. അമേരിക്കൻ പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറി വന്നാലും ഇവിടെ ഷൈൻ ചെയ്യാൻ പറ്റില്ല. ആ, നിങ്ങളെ ഇതങ്ങട് വാങ്ങിക്ക. പിടിക്ക് മാഷേ, പിടിക്ക്. ആ, ഇനി ധൈര്യമായിട്ട് ചെല്ലുക. തല്ലിക്കൊല്ലണ്ട, ഒന്ന് ഭയപ്പെടുത്തിയാ മതി. ആ, എന്താ നിന്റെ പേര്? പേരെന്താന്നാ ചോദിച്ചേ? സുപ്രിയ ടീച്ചർ മതി. ദീപു ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തുപറ്റി? അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? സ്കൂൾ മാഷ്ട പണിയൊക്കെ എങ്ങനെയുണ്ട്? നീ ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. കോളേജിൽ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള നിനക്ക് ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ? മാഷേ, കുട്ടികളെ പഠിപ്പിക്കണ നിസ്സാര കാര്യം അയാളുടെ വിചാരം. അതെ. 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് വലിയ പാണ്ഡിത്യമല്ല വേണ്ടിയത്, വകതിരിവ. പറ്റിയ ആളിനെയാ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നത്. കുട്ടികൾ പുലി എന്ന് വിളിക്കുന്ന അടിയോടി മാഷേ. മാഷന്മാർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നതേ ഇതുപോലുള്ള പഹയന്മാരാ. കം. റീഡ് ഇറ്റ്. വായിക്കേ. എന്താ അത്? രാ എന്ന് പ്രൊനൗൺസ് ചെയ്യേ. രാ എന്ന് പറയടാ. എനിക്ക് മൂത്രം ഒഴിക്കാൻ പോണം. ആരാ മുടി കെട്ടി തന്നെ? അമ്മ. ആ,
ടീച്ചർ പറഞ്ഞത് പറഞ്ഞേ. മഴ മഴ മഴ. മഴ മോള് പറഞ്ഞേ മഴ. മഴ മഴ. മഴ. കൊള്ളാം, മിടിക്കണേ. പോയിരുന്നോ. രാ എന്ന് പറയടാ, റ. ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. നീ പറയില്ലേ? നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്താടാ ഇത്? ദൂരോട്ട് പോ. അടിയുണ്ടാക്കാതെ കളിക്കണം കേട്ടോ. കൈക്ക് വേദനയുണ്ടോ കേശു? നല്ല വേദനയുണ്ട്. നോക്കട്ടെ. കേശുവിന് രാന്ന് പറയാൻ അറിയില്ലേ? എങ്കിൽ പറഞ്ഞേ രാ. രാ. രമയെന്ന് പറ. രമ. ഇപ്പൊ നന്നായി പറയുന്നുണ്ടല്ലോ. പേടിച്ചിട്ടാണോ ചോദിച്ചിട്ട് പറയാത്തെ? ശരി, ഇനി മിടുക്കനായി മാഷ് ചോദിക്കുമ്പോ നന്നായിട്ട് പറയണം കേട്ടോ. പോയി കളിച്ചോ. എന്താ എന്താ ടീച്ചർ അവിടെ? ഏയ് ഒന്നുമില്ല. നിന്നെ തല്ലിയവന്റെ പേരെന്തായിരുന്നു? ദീപാങ്കുരം മാഷ്. വീടരുത്. ആ എന്താ ദീപാവലി മാഷോ? അങ്ങോട്ട് ചെല്ലട്ടെ ഞാനൊന്നും. നീ ഇങ്ങോട്ട് പാടാ. അമേരിക്ക അടിക്കാൻ വന്നേക്കുന്നു. ചെറുക്കനെ തല്ലിയിട്ട് ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. ഇത് അവന്റെ കാറല്ലേ? ആ നിർത്തടാ. ഇത് ഞാൻ ഇന്ന് അടിച്ചു പൊളിക്കും. നോക്കിയോ, എന്റെ മോനെ തല്ലി അലവരാതി ഞാൻ കൊന്നിട്ടേ ഉള്ളൂ. പ്രശ്നം ഉണ്ടാക്കരുത് കുട്ടപ്പൻ ചേട്ടാ, പ്രശ്നം ഉണ്ടാക്കരുത്. എന്താ പ്രശ്നം? താൻ എന്റെ മോനെ തല്ലിയോ? യെസ്, തല്ലി. അതിനെന്താ? നീ ചുമ്മാ എന്റെ മോനെ തല്ലിട്ട് വെറുതെ വിടാൻ പറ്റുമോ? നിർത്തുക. എന്താ ഇത്? മാഷ ഇയാൾ എന്റെ കുട്ടിയെ തല്ലി മാഷേ. ഇവന്റെ കോടതി ഞാൻ നിർത്തും. ആ കുട്ടപ്പൻ പോ. അല്ല മാഷെ, അത് കുട്ടപ്പനോട് പോകാനാ പറഞ്ഞത്. അയാൾ ഇനി കുട്ടപ്പന്റെ മോനെ തല്ലില്ല. പോ. അപ്പുണ്ണി മാഷ് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ പോകുന്നു. കുട്ടപ്പൻ ചെല്ല്. ആ റിട്ടയർ ചെയ്താലും തലയ്ക്കകത്ത് കുട്ടികളെ കുറിച്ചുള്ള ചിന്തയാ. ഭാര്യയില്ല, മക്കളില്ല. ഈ സ്കൂളിലെ കുട്ടികളല്ലാതെ മറ്റാരും എനിക്കില്ല. ഞാൻ എന്റെ കുട്ടികളെ ഒന്നിയൊന്ന് കാണട്ടെ. മാഷേ, കുട്ടികളോട് പെരുമാറേണ്ടത് ഇങ്ങനെയല്ല. എന്നെ പഠിപ്പിക്കണ്ട. അയാളുടെ അഹങ്കാരം കണ്ടപ്പോൾ എനിക്ക് ചിരിയാ വന്നത്. കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാ അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. തുടക്കത്തില് നീയും ഒന്ന് പതറിയതാണല്ലോ. ഇപ്പോഴല്ലേ കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചു തുടങ്ങിയത്. എന്താ ഈ പോയ കാര്യം? ഈ ബന്ധം അവർക്ക് പറ്റില്ലെന്നാ പറഞ്ഞത്. അവര് വലിയ പണക്കാരാ. ജാതകം ചേർന്നില്ലെന്നാ പറഞ്ഞത്. അത് നുണയാ. സുപ്രിയക്ക് ഉദ്യോഗമില്ലേ? സ്വത്തും മുതലും കുറവാണ്, അത് സമ്മതിച്ചു. അവര് ഒഴിഞ്ഞോന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസം. വേറെ ആലോചന വരുമായിരിക്കും. എങ്ങനെയെങ്കിലും തലേന്ന് ഈ ഒരു ബാധ്യത ഒഴിഞ്ഞു കിട്ടണം. എനിക്കാ ഒരു ചിന്തയേ ഉള്ളൂ.
ശിവദാസ മേനോൻ ഇന്നലെയും വിളിച്ചിരുന്നു. നിന്നെ കൊണ്ട് ശുഭയെ വിവാഹം കഴിപ്പിക്കണമെന്നാ അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്താ നിന്റെ അഭിപ്രായം? ആ ബന്ധം തരക്കേടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അമ്മേ, ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറമുള്ള ബന്ധമൊന്നും ആ കുട്ടി ആഗ്രഹിക്കുന്നില്ല. ഞാനും അങ്ങനെ കരുതുന്നുള്ളൂ. എന്ത് പറഞ്ഞാലും നിനക്ക് ഓരോ ന്യായീകരണങ്ങളുണ്ടല്ലോ. ഇനി നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ആ, എവിടുന്ന് വരിക? ലൈബ്രറിന്ന്. റിസർച്ചിന് തയ്യാറെടുക്കണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. ഓ, എന്തൊരു ബോറ സബ്ജക്റ്റ്. ബോറടി ഇല്ലാത്ത ഒരൊറ്റ കാര്യമേ ഈ ലോകത്തുള്ളൂ: കൃഷി, അഗ്രികൾച്ചർ. അതിൽ നിന്നാ കൾച്ചർ ഉണ്ടായത്. ആ, ചായ തരട്ടെ ലേശം? വേണ്ട. ഞാൻ അയ്യപ്പേട്ടനെ വിവാഹം കഴിച്ചു എന്ന് കരുതുക. ഇതേപോലെ ഫ്ലാസ്കിൽ ചായയുമായിട്ട് പാടത്തേക്ക് വരേണ്ടി വരില്ലേ? അതിഷ്ടമായൊരു പെൺകുട്ടിയായിരിക്കുമല്ലോ. ഞാൻ വെളി കഴിക്കുക. നമസ്കാരം സർ. ഞാൻ ഹെഡ് മിസ്ട്രസിനെ ഒന്ന് കാണാമെന്നാ. പുതിയ മാഷ് ദീപാങ്കുരൻ ആളെങ്ങനെ? കുഴപ്പമൊന്നുമില്ല. അയാൾ ഏതോ ഒരു കുട്ടിയെ തല്ലിയെന്നോ കുട്ടിയുടെ അച്ഛൻ വന്ന് ബഹളം ഉണ്ടാക്കുന്നൊക്കെ കേട്ടല്ലോ. തല്ലിയത് നേരാ. ഞാൻ പോട്ടെ. ആ, കേട്ടതൊക്കെ നേരാണോ ദീപാങ്കുര? ടീച്ചർമാർക്ക് തന്നെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായമുള്ളത്. സുപ്രിയ ടീച്ചർ സ്വല്പം ഓവർ സ്മാർട്ടാ. പറയുന്നത് മുഴുവൻ വിശ്വസിക്കരുത്. സുപ്രിയെ പിരിച്ചുവിടുന്നാണോ ദീപാങ്കുരൻ പറയുന്നത്? സുപ്രിയെ പിരിച്ചുവിടണമെന്നാണല്ലോ ദീപാങ്കുരൻ മാഷ് പറയുന്നത്. വളരെ ഓവർ സ്മാർട്ടാണെന്ന്. എന്തായാലും ഇങ്ങനെ പറഞ്ഞത്? സുപ്രിയെ കുറിച്ച് പണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നല്ലോ. ആ, ഇതാ ഈ ഫയൽ അലമാരിയിൽ ഭദ്രമായി സൂക്ഷിക്കേണ്ടതാ. ശരി സർ. എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. മാനേജർ വിചാരിച്ച പിരിച്ചുവിടാൻ പറ്റുമോ? ആ, ദീപാങ്കുര മാഷ് എന്തിനാ അങ്ങനെ പറഞ്ഞത്? ആ കുട്ടിയോട് അയാൾ വിരോധം കാണിക്കേണ്ട കാര്യം എന്താ? മാനേജറുടെ മകളെ ദീപാങ്കുരൻ മാഷ് കെട്ടാൻ പോകുന്നു എന്നൊരു ആ നിലയ്ക്ക് ദീപാങ്കുരൻ മാഷിന്റെ പോക്കറ്റിലാണല്ലോ മാനേജർ. ആ, സുപ്രിയ ടീച്ചർ ഒരു പാവമാണെന്ന് കരുതി ആ കുട്ടിയോട് കാണിക്കുന്നത് ശരിയായില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മാഷേ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എക്സ്ക്യൂസ് മീ, ഇപ്പൊ കേട്ടത് ദാറ്റ്സ് നോട്ട് കറക്റ്റ്. എനിക്ക് ഈ ജോലി വളരെ വലുതാ. ബാങ്കിലെ കടം വീട്ടാന് ശമ്പളം തികയൂ. ലോൺ എടുത്ത കാശുകൊണ്ടാ ജോലി സമ്പാദിച്ചത്. ഭൂമിയിൽ ആരോടും പ്രതികാരമില്ലാത്ത എന്നോട് ഇത് വേണമായിരുന്നോ? ആ, നിർത്ത് നിർത്ത് നിർത്ത്.
എന്താ സുപ്രിയെ നിന്റെ മുഖത്തൊരു ക്ഷീണം മാതിരി? ഞാൻ ഹെഡ് കോൺസ്റ്റബിളും കൂടി ഒരു കേസ് അന്വേഷിക്കാൻ പോവുക. ആ, ഇതെന്റെ വൈഫിന്റെ അനിയത്തിയ സുപ്രിയ, നാരായണമംഗലം സ്കൂളിലെ ടീച്ചറാ. എൻ്റെ പേര് രാജശേഖരൻ. സുപ്രിയെ കണ്ട ഈ ചങ്ങാതിന്റെ ഭാര്യയുടെ അനിയത്തിയാണെന്ന് പറയുകയില്ല. ഞാൻ പോട്ടെ. സുപ്രിയ മാരീഡാണോ രാമൻകുട്ടി? എങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനൊരു ബാധ്യത എന്റെ തലയിൽ വീണ് കിടക്കുകയല്ലേ. എന്തോ സാറേ, പോകണ്ടേ? ആ, ഞാനൊരു മനുഷ്യപ്പറ്റില്ലാത്തവനെന്ന എല്ലാവരുടെയും വിചാരം. സുപ്രിയ മാത്രമല്ല, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കാം. എന്റെ തെറ്റിദ്ധാരണ നീങ്ങി. എനിക്ക് ആരോടും പരിഭവമില്ല. സുപ്രിയയ്ക്ക് എന്നോട് പരിഭവമുണ്ടോ? ഇല്ല. ആ, ഉണ്ട്. 1-ാം ക്ലാസ് ബിയിലെ കുട്ടികളെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ പരിഭവം തോന്നാറുണ്ട്. ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന സുപ്രിയ പറയുന്നത്? വളരെ പഠിച്ച ആളാ. ഞാൻ ക്ലാസ് എടുക്കുന്നു തോന്നുന്നു. ഇല്ല, പറയൂ. സുപ്രിയ 1-ാം ക്ലാസ്സിലെ ടീച്ചർ എന്ന നിലയ്ക്ക് എൻ്റെ സീനിയർ അല്ലേ? സത്യം പറഞ്ഞ എൻ്റെ ഈഗോ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അനുഭവം വെച്ച് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സുപ്രീം കോടതി ജഡ്ജിയുടെ ബുദ്ധി, പട്ടാളത്തലവൻ്റെ ആജ്ഞാശക്തി, പാട്ടുകാരൻ്റെ സംഗീതമാധുരി കഴിഞ്ഞില്ല. കോമാളിയുടെ ഹ്യൂമർ സെൻസ്, സന്യാസിയുടെ ക്ഷമ, കുട്ടികളുമായി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മിടുക്ക്, ഇതിനൊക്കെ പുറമെ മാതൃഭാഷ ഫ്ലുവൻ്റായി സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിലേ. മനസ്സിലായില്ല. ഇത്രയുണ്ടെങ്കിലേ 1-ാം ക്ലാസ്സിലെ മാഷാവാൻ പറ്റൂ. അത് വിട് മാഷെ, മാഷ് പറഞ്ഞു തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതെ, അങ്ങനെയൊക്കെ പറയും. ഈ പറയുന്നതിന്റെ ചാടിക്കളി കേസ് അതിന് നേരം ഉണ്ടാവും. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് സുപ്രിയ ടീച്ചർക്കാ. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു കഥ പറയാൻ പോവാണ്. ആർക്കെങ്കിലും വിരോധമുണ്ടോ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന കഥകളൊക്കെ ഞാൻ കേൾക്കും. വിരോധമുണ്ടോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു പാട്ട് പാടും. പാട്ടിന് ശേഷം മതി പഠിക്കല്. എന്താ? രാമൻകുട്ടി സാറിന് അനിയത്തിയല്ലേ? എങ്ങോട്ടാ? സ്കൂളിലേക്കാ. രാമൻകുട്ടിയേട്ടൻ്റെ അനിയത്തിയല്ല, ഭാര്യയുടെ അനിയത്തിയാ. സുപ്രിയ ടീച്ചറിനെ കുറിച്ച് കുട്ടികൾക്കൊക്കെ വളരെ നല്ല അഭിപ്രായ. ഞാൻ അന്വേഷിച്ചു. സകല കുട്ടികൾക്കും ടീച്ചറെ വലിയ ഇഷ്ടാ. ആള് മാറിപ്പോയി കാണും. എന്നെക്കുറിച്ച് തന്നെയാണോ അന്വേഷിച്ചത്? അന്വേഷിച്ച് തെളിവെടുക്കുന്ന കാര്യത്തിൽ ഞാൻ സമർത്ഥനാ. ഇപ്പോൾ ഒരു കേടിയെ അന്വേഷിച്ച് നടക്കുക. അയാൾ ഇവിടെ അടുത്ത് എവിടെയോ ആണ് താമസം. കാരണവരും കൊണ്ട് വരിക.
ഈ കുട്ടപ്പനാരാ? ഞാൻ തന്നെയാ സാർ. ആഹാ, സ്റ്റേഷനിലോട്ട് വിളിച്ചാ വരാൻ വയ്യല്ലേടാ. ആ കുട്ടപ്പൻ ഞാനല്ല സാർ, വേറൊരു കുട്ടപ്പനുണ്ട്. ആണോ? എങ്കിലും നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ആ കള്ളം കുട്ടപ്പന്റെ വീട് എവിടാ നീ പറ. അവിടെയാ. ഓഹോ, പോ. കേസ് ഇൻവെസ്റ്റിഗേഷൻ കാര്യത്തിൽ ഈ രാജശേഖരനെ കഴിഞ്ഞ് കേരള പോലീസിൽ വേറൊരാളുള്ളൂ. ഞാൻ പോട്ടെ. സാറുമായിട്ടൊരു ബന്ധം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കുട്ടിയെ എനിക്കിഷ്ടായി. എന്റെ ഭാഗത്തുനിന്ന് ഒരു ഡിമാൻഡും ഇല്ല. പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയ സന്തോഷത്തിലാണ് ഞാനിപ്പോ. രാജശേഖരി സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്. ഞാൻ ഒറ്റത്തടിയാ. കോംപ്ലിക്കേഷൻസ് വല്ലതും ഉണ്ടോ? എന്ത് കോംപ്ലിക്കേഷൻ? ഞാനാ ഈ വീട്ടിൽ ഐജി. ഞാൻ പറയുന്ന ഇവിടെ നടക്കൂ. എന്നാ ഞാൻ പോട്ടെ. സുപ്രിയേ, ഇവിടെ വാ. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. എന്താ കാര്യം? ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ. നീ എന്താ രാജശേഖരൻ സാർ വന്നിട്ട് മൈൻഡ് ചെയ്യാഞ്ഞത്? എനിക്ക് അയാളെ ഇഷ്ടായില്ല, അത് തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞെന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? നേരത്തെ പാടിയ പാട്ടോ? ആ, ഇനി നമുക്ക് പാഠം പഠിക്കാം. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ആമയും മുയലും തമ്മിൽ ഓടിയ ഓട്ടപ്പന്തയത്തില് ആരാണ് ജയിച്ചത്? ആമ ടീച്ചറല്ല, ആമ. ഒന്നുകൂടെ പറഞ്ഞേ. കൊള്ളാം. സുപ്രിയ കഥ മുഴുവൻ പറഞ്ഞില്ല, പകുതിക്ക് വെച്ച് നിർത്തി. ആമയുടെ മുയലിന്റെയും കഥയാണോ ഉദ്ദേശിക്കുന്നേ? അല്ല, ഹെഡ് കോൺസ്റ്റബിൾ പെണ്ണ് കാണാൻ വന്ന കഥ. പെണ്ണിന് അയാളെ ഇഷ്ടായില്ല. അതെന്താ ഇഷ്ടാവാതിരിക്കാൻ കാരണം? ഒരാളെ ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് യുക്തിയൊന്നുമില്ല. അതുപോലെ ഇഷ്ടപ്പെടാതിരിക്കാനും യുക്തിയൊന്നുമില്ല. യുക്തിയൊന്നുമില്ലാതെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉത്തരം ഞാൻ പറയില്ല. ഉത്തരം പറഞ്ഞോളൂ. ഉത്തരം ഞാൻ രഹസ്യമാക്കി വെച്ചോളാം. എനിക്ക് വിശ്വാസം പോരാ. 1ാം ക്ലാസ്സിലെ മാഷന്മാരോട് രഹസ്യം പറയരുതെന്നാ. അവര് സകലതും കുട്ടികളോട് തുറന്നു പറഞ്ഞ് ശീലിച്ചവരാ. 1ാം ക്ലാസ്സിലെ ടീച്ചർമാരോടും തുറന്നു സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് എനിക്കിപ്പം മനസ്സിലായി. പനി വരാനുള്ള കാരണം നിന്റെ അശ്രദ്ധ തന്നെയാ. നട്ടുച്ചയ്ക്ക് പോലും പാടത്താ, സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ. ഞാനൊരു കൃഷിക്കാരനാമേ. വെയിലിനെയും മഴയും പേടിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പനി താനേ മാറും. എന്റെ മോനെ, നീ മരുന്ന് കഴിക്കാത്തത് എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മരുന്ന് കഴിച്ചാൽ 1 വീക്ക് കൊണ്ട് പനി മാറും. മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പനി മാറും. പനിയുടെ തത്വം അങ്ങനെയാ. ഞാനേ ഈ തുണി മുക്കി നിന്റെ നെറ്റിയിലോട്ടിടാം. വേണ്ടമ്മേ. ആഹാ, ശുഭയ്ക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? വഴി അറിയുന്നോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചായ എടുക്കട്ടെ? വേണ്ട, അയ്യപ്പേട്ടന് അസുഖാണെന്നറിഞ്ഞ് വന്നതാ. ചായ ഒന്നും കൊടുക്കണ്ടമ്മേ. ദേ, അടുക്കളേക്കറി ചായ ഉണ്ടാക്കി കുടിക്കാൻ എനിക്കറിയാം. പനിയുണ്ടോ? ആ, ലേശം. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. ഞാൻ ഈ തുണി മുക്കി നെറ്റി വെക്കാം. എന്റെ മോളെ, ഞാൻ പറഞ്ഞാൽ ഇവൻ കേക്കണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞ അയ്യപ്പേട്ടൻ കേക്കും. ആ, അങ്ങനെ പറഞ്ഞോളെ. ആ, ആ, ഇതാരേ? അമ്മയ്ക്ക് മനസ്സിലല്ലേ ദീപാങ്കുരനെ? എനിക്കറിയാം. ദീപാങ്കരനെ നീ എനിക്ക് പരിചയപ്പെടുത്തുകയൊന്നും വേണ്ട. ഇരിക്കും മോനെ, ഞാൻ ചായ എടുക്കാമേ.
എന്തൊക്കെയുണ്ട് സുപ്രിയ ടീച്ചറിന്റെ വിശേഷങ്ങൾ? സുപ്രിയയുടെ വിശേഷങ്ങൾ എന്നോടാണ് ചോദിക്കുന്നത്. വേറെ ആരോടാ ചോദിക്കേണ്ടത്? നല്ല സ്വഭാവ സുപ്രിയയുടേത്. അതിന്റെ ഗുണം അനുഭവിക്കാൻ പോകുന്നത് താനാണല്ലോ. പറഞ്ഞതിന്റെ അർത്ഥം എവിടം വരെ എത്തിയെന്ന് അയ്യപ്പൻ ചിന്തിച്ചോ? ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അയ്യപ്പൻ എന്താ ഈ പറയുന്നേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നോ? എന്താ? അല്ല ഇയാളുടെ അതെ, അയ്യപ്പൻ സ്വന്തം കാര്യം പറഞ്ഞതാ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന. ശുഭയുടെ കല്യാണം ഇനി വൈകിക്കാൻ പറ്റില്ല. ദീപാങ്കുരൻ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ലേ? ഞാൻ എന്ത് പറയാനാ? അവന്റെ ഇഷ്ടമല്ലേ നടക്കൂ. ദാ മോൻ വരുന്നുണ്ട്, നിങ്ങൾ എന്നെ ചോദിച്ചോളൂ. ഞാൻ ചില മോഹങ്ങളൊക്കെ ദീപാങ്കുരന്റെ അമ്മയോട് പറഞ്ഞിരുന്നു. ശുഭയുടെ വിവാഹകാര്യമല്ലേ? ശുഭയും അയ്യപ്പനും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. അവർ തമ്മിൽ അടുപ്പത്തിലാ. എനിക്കറിയാം കാര്യങ്ങളൊക്കെ. ചായ കുടിച്ചിട്ട് പോ. നിനക്ക് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. സുപ്രിയയാണ് നിന്നിങ്ങനെ മാറ്റിയെടുത്തതല്ലേ? അവ ചിരിക്കണ കണ്ടില്ലേ? 1ാം ക്ലാസ്സിലെ കുട്ടിയെ പോലെ. 1ാം ക്ലാസ്സിലെ മാഷ പോലെ എന്ന് പറയുമേ. എന്താ നോക്കിയിരിക്കുന്നേ? കഴിക്ക്. തുറക്കാൻ പറ്റുന്നില്ലേ? ഇങ്ങിതാ. ഞാനിപ്പോ വരേ. എല്ലാരും കഴിച്ചോളി. ഇതൊന്ന് തുറന്നു തരൂ. ഞാനിപ്പോ കണ്ട കാഴ്ച എന്താ? മാഷ് തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങള് തമ്മില് നേരോ? ഇത് ശരിയാവില്ല. ശരിയാവില്ല എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. അവര് പരസ്പരം ഇഷ്ടത്തില്ല. എന്റെ സമ്മതം ഇല്ലാതെ ഇനി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് അവര് സമ്മതം വാങ്ങിക്കണോ? സുപ്രിയ അങ്ങനെ പറഞ്ഞു. വെറുതെ വഴക്കുണ്ടാക്കേണ്ടെന്നാ എന്റെ അഭിപ്രായം. സുപ്രിയ ഇവിടെ വാ. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ. രാജശേഖരൻ സാർ ആരാണെന്ന് എനിക്കറിയോ? മിടുക്കനാ. എന്റെ മേലുദ്യോഗസ്ഥൻ മാത്രമല്ല, ദോസ്ത, ഇന്റിമേറ്റ് ദോസ്ത. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ദുർബുദ്ധി വല്ലതും മനസ്സിൽ തോന്നിയിരുന്നെങ്കിൽ വേണ്ട, ആ മോഹം മാറ്റി വെച്ചോളൂ. നിങ്ങൾ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നേ? ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാ. എന്നെ ധിക്കരിക്കാൻ നീ ആയിട്ടില്ല. നിന്റെ കഴുത്തിൽ അയാളെ എന്നെ മിന്നു കിട്ടും. എന്റെ സമ്മതം ഇല്ലാതെയോ? നിന്റെ സമ്മതം എനിക്കൊരു പ്രശ്നമല്ല. അവൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അടിച്ചിറക്കും ഞാൻ ഇവിടുന്ന്. ചേട്ടത്തി അനിയത്തിയും. രാജശേഖരൻ സാറ് വെറും ഹെഡ് കോൺസ്റ്റബിൾ അല്ല, ഐജിയുടെ പരിചയക്കാരനാ. അതറിയോ നിനക്ക്? രാജശേഖരൻ വെറുതെ പകൽക്കിനാവ് കാണണോണ്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് നേരാ. രാമൻകുട്ടി എനിക്ക് വാക്ക് തന്നാണല്ലോ.
രാമൻകുട്ടിയുടെ വാക്കിന് ഒരു പഴയ ചാക്കിന്റെ വില കൽപ്പിച്ചാ മതി. കല്യാണം കഴിക്കില്ല എന്ന് കരുതി ജീവിച്ചവനാ ഞാൻ. സുപ്രിയെ കണ്ട ശേഷമാണ് ആ കേസ് റീഓപ്പൺ ചെയ്തത്. ആ കേസിന് എഴുതി തള്ളുന്നതാ നല്ലത്. പറ്റില്ല. എങ്കിലൊരു വിദ്യയുണ്ട്. എന്താ? വിഷം കഴിഞ്ഞങ്ങോട്ട് മരിക്കുക. അടിയോടി മാഷേ. പറയാനുള്ളത് ഞാനും പറഞ്ഞു. എന്റെ മൂക്ക് വിറയ്ക്കുന്ന മാഷേ. എങ്കിലേ മൂക്കിൽ അമർത്തി പിടിക്കുന്ന നല്ലതാ, വിറയിൽ മാറിക്കിട്ടും. സുപ്രിയും ദീപാങ്കുരും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള ഒരു നാട്ടിൽ പാട്ടാ. അതിന് രാമൻകുട്ടിക്ക് എന്താ എക്സ്പ്ലനേഷൻ തരാനുള്ളത്? സുപ്രിയെ ആര് കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ രാജശേഖരൻ സാറിന് വാക്ക് തരുന്നു, ഈ വിവാഹം ഞാൻ നടത്തിത്തരും. തീർച്ചയാണോ? തീർച്ച. ഇങ്ങനെ പറഞ്ഞോണ്ടായില്ല, സുപ്രിയ പറയണം. നാട്ടുകാരുടെ മുൻപിൽ വെച്ച് പരസ്യമായി ഓപ്പണായി ഞാൻ രാജശേഖരൻ സാറിനെ കല്യാണം കഴിക്കാൻ ഒരുക്കമാണ് സുപ്രിയ പറയണോ? ഞാൻ പറയിപ്പിക്കും. സുപ്രിയ പറഞ്ഞില്ലെങ്കിലോ? ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കും. രാജശേഖരൻ സാർ വണ്ടി എടുക്കുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, നാരായണമംഗലം UP സ്കൂളിൻ്റെ 42ാം വാർഷികാഘോഷവേളയിൽ നമ്മൾക്കേവർക്കും അഭിമാനിക്കാവുന്ന ഒരു വാർത്ത നിങ്ങളേവരെയും അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജില്ലയിലെ ഏറ്റവും നല്ല 1ാം ക്ലാസ് മാർക്കുള്ള യുവജനവേദി പുരസ്കാരം നാരായണമംഗലം UP സ്കൂളിൽ ലഭിച്ചിരിക്കുന്നു എന്ന സന്തോഷ വർത്തമാനം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഏകദേശം ചെറുതും വലുതുമായി ഇംഗ്ലീഷ് മലയാളം മീഡിയം ഉൾപ്പെടെ 400 പരം സ്കൂളുകളുമായി കിടമത്സരം നടത്തിയാണ് നമ്മൾ ഈ മഹത്തായ വിജയം കൈവരിച്ചത്. ഈ വിജയം പ്രശംസനീയമായ ഒരു നേട്ടം തന്നെയാണ്. ഈ അംഗീകാരത്തിന് പിന്നിൽ 1ാം ക്ലാസ്സിലെ 2 ഡിവിഷനിലെയും അധ്യാപകരുടെയും അശ്രാന്ത പരിശ്രമം തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല. ഒന്നാം ക്ലാസ്സിലെ നല്ല അധ്യാപകനുള്ള സമ്മാനം നൽകുവാൻ ഞാൻ അപ്പുണ്ണിമാഷെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 1ാം ക്ലാസ്സിലെ നല്ല മാഷിനുള്ള യുവജനവേദി പുരസ്കാരം നമ്മുടെ സ്കൂളിന് ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. റിട്ടയർ ചെയ്തെങ്കിലും ഈ വിദ്യാലയം എൻ്റെ ജീവൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇനി സമ്മാനദാനം നിർവഹിക്കുക എന്നതാണ് എൻ്റെ അടുത്ത കർത്തവ്യം. സമ്മാനം സ്വീകരിക്കുന്നതിനായി സുപ്രിയ ടീച്ചറെയും ദീപാങ്കുരൻ മാഷയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശരിക്കു പറഞ്ഞാൽ ഈ സമ്മാനത്തിന് 2 തുല്യാവകാശികളാണ്, ദീപാങ്കുരൻ മാഷും സുപ്രിയ ടീച്ചറും. 2 പേർക്ക് സമ്മാനം കൊടുക്കണം എങ്ങനെയാ? ഒരാൾക്കേ കൊടുക്കാവൂ. ശരിയാ, സമ്മാനം സുപ്രിയയ്ക്ക് തന്നെ കൊടുക്കണം. സമ്മാനം ആര് വാങ്ങിയാലെന്താ? അവര് വിവാഹം കഴിക്കാൻ പോവല്ലേ? എങ്കിലൊരു കാര്യം ചെയ്യാം, സമ്മാനം 2 പേർക്കും കൂടി കൊടുക്കാം. 2 പേരും ഒരുമിച്ച് മുന്നോട്ട് വരണം.
വാങ്ങിച്ചോളൂ.